ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ഫെബ്രുവരി മാസത്തിലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേരിടുത്ത തിയേറ്ററുകളിലെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണല്ലോ ബ്രഹ്മയുഗം പ്രേമലു. ഇന്നലത്തെ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് ഇനി നേരിടേണ്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ബോക്സ് ഓഫീസിലെന്ന്. അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേമലു എന്ന സിനിമയ്ക്ക് ഇനി നേരിടേണ്ട ലക്ഷ്യങ്ങളെ കുറിച്ചാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങൾ എന്നതിലുപരി നേടിയെടുത്ത ലക്ഷ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രേമലു എന്ന സിനിമയുടെ ഏകദേശം ഒരേ ജോണറിൽ പെടുന്ന സിനിമകളാണല്ലോ ജുവാൻ രുജോ, സൂപ്പർ ശരണ്യ. ഇതിൽ ഗിരീഷ് ഷെഡി തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് സൂപ്പർ ശരണ്യ എന്ന സിനിമ. ഈ പറഞ്ഞ രണ്ട് സിനിമകളുടെയും കളക്ഷൻ പ്രേമലു മറികടന്നിരിക്കുകയാണ്. അതേസമയം ഇനി മറികടക്കേണ്ട പ്രധാനപ്പെട്ട സിനിമ തണ്ണീർമത്തൻ ദിനങ്ങളാണ്. പ്രേമലു എന്ന സിനിമയുടെ സംവിധായകന്റെ ആദ്യത്തെ വൻവിജയം നേടിയെടുത്ത 2019 സിനിമയാണല്ലോ തണ്ണീർമത്തൻ ദിനങ്ങൾ. 37 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ആ കളക്ഷൻ എങ്ങനെ പോയാലും പ്രേമലു വരും ദിവസങ്ങളിൽ മറികടക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രേമലു എന്ന സിനിമയ്ക്ക് 2024 തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളെ കൂടി മറികടക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഇന്ന് വരെ 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത രണ്ടാമത്തെ സിനിമ എന്നൊരു പേരെടുത്തത് അത് മലിക്കുട്ടി വാലിബൻ എന്ന ലാലേട്ടൻ സിനിമയായിരുന്നു. ആ സിനിമയുടെ ഫൈനൽ കളക്ഷൻ 30 കോടിയോളം രൂപ. ഇന്നത്തോടെ പ്രേമലു എന്ന സിനിമ മറികടക്കുന്നതാണ്. ശേഷം മറികടക്കേണ്ടത് ജയറാമിന്റെ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനാണ്. 40 കോടി കളക്ഷൻ നേടിയെടുത്ത ജയറാമിന്റെ അബ്രഹാം ഓസ്ലർ എങ്ങനെ പോയാലും പ്രേമലു മറികടക്കാനുള്ള സാധ്യതയുണ്ട്. ശേഷം പ്രേമലു എന്ന സിനിമയ്ക്ക് നേടിയെടുക്കേണ്ട ഒരു എക്സ്ട്രീം ലെവൽ ലക്ഷ്യം എന്തെന്നാൽ അത് 50 കോടി നേട്ടം തന്നെയാണ്. ഇപ്പോഴും ആ 50 കോടി നേട്ടത്തിന് 50-50 ചാൻസ് നാം കാണുന്നുണ്ട്. നേടിയെടുക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മോളിവുഡ് സിനിമകൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിലെ വിജയിച്ച സിനിമയെല്ലാം തന്നെ അബ്രഹാം ഓസ്ലർ ആണല്ലോ. 2024 ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നൊരു നേട്ടം ഏകദേശം ഒരു മാസം ഹോൾഡ് ചെയ്യാനായിട്ട് ജയറാം സിനിമയ്ക്ക് സാധിച്ചിരിക്കുകയാണ്. പ്രേമലു വരും ദിവസങ്ങളിൽ മറികടക്കും. അതിന് മുന്നേ തന്നെ ഒരുപക്ഷെ ബ്രഹ്മയുഗം എന്ന മമ്മൂട്ടി ചിത്രത്തിനും ആ കളക്ഷൻ മറികടക്കാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ കൂടിയാണല്ലോ മമ്മൂട്ടി പ്രധാന റോളിലെത്തിയ ബ്രഹ്മയുഗം. സിനിമ ഇന്നത്തോടെ 30 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതോടെ പ്രേമലു എന്ന സിനിമയോടൊപ്പം തന്നെ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്കും മലിക്കോട്ടെ വാലിബന്റെ ഫൈനൽ കളക്ഷൻ ഇന്നേ ദിവസം മറികടക്കാൻ സാധിക്കുന്നതാണ്. ലാലേട്ടന്റെ കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ബിഗ് ബഡ്ജറ്റ് സിനിമ തിയേറ്ററുകളിലെ 30 കോടിയോളം രൂപയായിരുന്നു കളക്ഷൻ. ആദ്യ ദിവസം പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടും നേടിയെടുത്തത് അതിപ്പോഴത്തെ ബ്രഹ്മയുഗം എന്ന സിനിമ ചിത്രത്തിന്റെ 4ാം ദിവസത്തെ കളക്ഷനോടെ മറികടക്കുകയാണ്. ഇനി പ്രധാനമായിട്ടും സിനിമയ്ക്ക് മറികടക്കേണ്ട മറ്റ് ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇന്നലെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണൂ, കാത്തിരിക്കൂ ഏതെല്ലാം സിനിമകളെ ബ്രഹ്മയുഗം മറികടക്കുന്നു ഇല്ല എന്നൊക്കെ കാണുവാനായിട്ട്.